And $1,000 is also compare other options, it's cheap. അപ്പൊ നിങ്ങൾക്കും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ബ്രാൻഡിന് പേരിനൊരു മൊബൈൽ ആപ്പ് ഉണ്ടായ പോരാ. കറക്റ്റ്, എനിക്കുമുണ്ട്. യെസ്, റൈറ്റ്. അപ്പം ഫോർ ദ സേക്ക് ഓഫ് മൊബൈൽ ആപ്പ് ആണെങ്കിൽ ആപ്പ് വർക്ക് ചെയ്യില്ല. ആൻഡ് കൺസ്യൂമേഴ്സിന് ഒരു കൺസിസ്റ്റന്റ് എക്സ്പീരിയൻസ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുക. കാരണം ഇപ്പം നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ആപ്പ് ബിൽഡർ വെച്ച് ഉണ്ടാക്കിയ മൊബൈൽ ആപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് $100 $200 ആപ്പ് കിട്ടുന്ന സിസ്റ്റംസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പൊ നിങ്ങളുടെ ബ്രാൻഡായിട്ട് ഇത് റെസൊനേറ്റ് ചെയ്യില്ല. കസ്റ്റമേഴ്സിന് തന്നെ വെബ്സൈറ്റിൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇവിടെ കിട്ടുക, എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കറക്റ്റ്. അവിടെയൊക്കെ നിങ്ങളുടെ കൺവേർഷനും സാധനങ്ങളൊക്കെ ഡ്രോപ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ഉണ്ടാവില്ല. അതെ. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആസ് എ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് മൊബൈൽ ആപ്പിനെ ബിൽഡ് ചെയ്തെടുത്ത് കൊണ്ടുപോകും. കറക്റ്റ്. എനിക്ക് അതിന്റെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഓപ്പൺ API മോഡലാ. ഓപ്പൺ API മോഡലാണ്. എന്ത് വേണമെങ്കിലും അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യാം. അപ്പൊ അത് വളരെ പിന്നെ ഇറ്റ് മേക്ക് സെൻസ്. ഷോപ്പിഫൈയിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഒരു പ്ലഗിൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ ആപ്പ് മേക്കറിന്റെ ഉള്ളിൽ എന്ത് സാധനം വേണമെങ്കിലും പ്ലഗിൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം, ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്, ഇവര് പെറ്റ് ട്രാക്ക് ചെയ്യുന്ന ഡിവൈസിന്റെ നിങ്ങൾക്ക് ഒരു പെറ്റ് ഉണ്ട്, പെറ്റിന്റെ ട്രാക്കിംഗ് സാധനങ്ങൾ അവർ നമ്മുടെ മൊബൈൽ ആപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പെറ്റ് എത്ര നടന്നു, പെറ്റിന്റെ ഹെൽത്ത് അറിയാൻ പറ്റും, ഹാർഡ്വെയർ ലെവൽ വരെ. അപ്പം നമ്മളെ മോഡൽ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് കൊമേഴ്സിന്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളും നിങ്ങൾ വറി ചെയ്യണ്ട. ദാറ്റ് വി ടേക്ക് കെയർ ഓഫ്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് സ്പെസിഫിക് എക്സ്പീരിയൻസ് ആണോ എന്താണോ ബിൽഡ് ചെയ്യേണ്ടത് മാത്രം യു ക്യാൻ ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. അത് നിങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ആക്ച്വലി ചോദിച്ചിരുന്നു 2 ദിവസം മുമ്പ്, എനിക്ക് അറിയില്ലായിരുന്നു. അതായത് പിന്നെ ഈ പെറ്റിന്റെ ട്രാക്കിംഗ് ഡിവൈസ് ഏതെങ്കിലും സ്പെസിഫിക് ഡിവൈസ് നിങ്ങൾക്ക് ഓൾറെഡി ഇന്റഗ്രേറ്റഡ് ആണോ? അല്ല, ഇത് കസ്റ്റം ഇവർ തന്നെ ഒരു കമ്പനി അക്വയർ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്ന ഒരു ഡിവൈസ് ആണ്. പക്ഷെ ഇതൊക്കെ അവൈലബിൾ ആണ്. ലെറ്റ്സ് സേ ഇപ്പം നമ്മൾ ബോട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബോട്ടിന് മൊബൈൽ ഇയർഫോൺസ് നാട്ടുകാർ മൊത്തം കസ്റ്റമേഴ്സ് ആണല്ലോ. ബോംബെ ഷർട്ട് കമ്പനി, പിന്നെ ചുമ്പക്ക്, പിന്നെ ഇതായിരുന്നു ബോട്ട്, റയർ റാബിറ്റ്. ഈ മലപ്പുറത്ത് നിന്നിട്ട് കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലേ? അല്ല, നമ്മളെ ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ കോർ ഒബ്ജക്റ്റീവ്. ഓക്കെ, അടിപൊളി. മീൻസ് ഇതൊക്കെ ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള, പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരു കമ്പനി, ബിഗ് ബ്രാൻഡ്സ് ഓഫ് ഇന്ത്യ, ഹൂസ് ഹൂ ഓഫ് ഇന്ത്യ എന്ന് പറയാ. ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ടോപ്പ് D2C ബ്രാൻഡ് അല്ലേ? ടോപ്പ് 3 മേ ബി മാമാർത്ത്, ബോട്ട്, ഇതൊക്കെ ടോപ്പ് 3 മാമാർത്തിന്റെ ഒരു ബ്രാൻഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ എടുക്കും. നമ്മുടെ കോർ ഐഡിയ എന്ന് പറയുന്നത് ബ്രാൻഡിന്റെ മൊബൈൽ ആപ്പ് എക്സ്പീരിയൻസ് ബ്രോക്കറാണ്. അത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കോർ ഐഡിയോളജി. യെസ്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ. ബോട്ട് എന്താണ് എക്സ്ട്രാ എന്തോ കസ്റ്റമൈസേഷൻ ചെയ്തിരുന്നു നിങ്ങളെ ഇതിന്റെ അകത്ത്? അല്ല, ബോട്ട് ഇപ്പം പ്രൈമർലി അവരുടെ മൊബൈൽ ആപ്പിലെ സെല്ലിംഗ് എക്സ്പീരിയൻസ് അവർക്ക് ഓൾറെഡി ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ടേക്കൺ ഡൗൺ ആണ്. ഓക്കെ. അതിന്റെ എക്സ്പീരിയൻസ് തന്നെ അവരുടെ ആസ് എ ബ്രാൻഡ് റെസൊനേറ്റ് ചെയ്യുന്നില്ല, വെബ്സൈറ്റ് ആയിട്ടൊരു ബന്ധമില്ല. അപ്പം ഇപ്പൊ അവരുടെ മൊബൈൽ ആപ്പ്, പുതിയ വരുന്ന വെബ്സൈറ്റും മൊബൈൽ ആപ്പും കണ്ടാൽ മനസ്സിലാത്ത രീതിയിലാണ് അവര് ഒരേ. അപ്പം നമ്മുടെ കൺസ്യൂമേഴ്സിന്, നമ്മൾ ടെക് ആൾക്കാർക്ക് ഇത് മനസ്സിലാവും, പക്ഷെ നോർമൽ എൻ കൺസ്യൂമേഴ്സിന് കൺഫ്യൂസിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാൻ, ഞാൻ വാട്സപ്പില് മെറ്റയുടെ ഐക്കൺ വന്നപ്പോ ഫ്രീക്ക് ഔട്ട് ആയ ആൾക്കാരുണ്ട്. ഇതെന്താണ്, ബഗ്ഗാണോ വേറെ എന്തെങ്കിലും ആണോ? അപ്പം വിച്ച് ഈസ് ഫെയർ, കാരണം നോർമൽ കൺസ്യൂമർക്ക് അവർ കണ്ടിരിക്കുന്നതില്ലാത്ത ബിഹേവിയർ കൺഫ്യൂസ്ഡ് ആവും. കറക്റ്റ്. അപ്പം ബോട്ട് നിങ്ങളെ കസ്റ്റമർ ആണ്. ബോട്ട് IPO ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് IPO ചെയ്ത കമ്പനീന്റെ സപ്ലൈ അതായത് വലിയൊരു സാധനമല്ലേ? IPO ചെയ്യാൻ പോണ കമ്പനീന്റെ മൊബൈൽ ആപ്പ് നിങ്ങളാണ് പവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി വേറെ 2 ബ്രാൻഡുകൾ കമ്മിങ് സൂൺ ആണ്. ഓൾറെഡി ലിസ്റ്റഡ് കമ്പനികളുടെ 2 ആക്ച്വലി 3 ആപ്പുകൾ ഓൾറെഡി പബ്ലിക്കലി ലിസ്റ്റ് ചെയ്ത ബ്രാൻഡുകളുടെ 3 ആപ്പുകൾ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഈ ആപ്പ് നോർമലി നിങ്ങളത് ലീൻ ടീമാന്ന് നിങ്ങൾക്ക് അറിയാം. എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ കമ്പനിയിൽ? ഇപ്പൊ നമ്മള് 20 പേരാണ്. 20 പേരാണ്. അപ്പം
ഓരോ ബ്രാൻഡിനും അവർക്ക് വേണ്ടി തീം ആപ്പിന്റെ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യണല്ലോ. അപ്പൊ അതാരാണ്, നിങ്ങളാണോ ചെയ്യുക, ഓർ യു ഹാവ് നിങ്ങൾ പാർട്ട്നേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഡീഫോൾട്ട് നമുക്ക് ടെംപ്ലേറ്റ്സും തീംസും അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പ് ഉണ്ടാക്കാം. ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന്റെ എക്സ്പീരിയൻസിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ വർക്ക് വിത്ത് എൻ ഏജൻസി പാർട്ട്ണർ. നമ്മുടെ ആപ്പ് മേക്കർ എക്സ്പേർട്സ് ഉണ്ട്. ഓക്കെ, അവർക്ക് ഇതിൽ വന്ന് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിന് ആപ്പ് നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസ്, ഫോൺസ്, കളേഴ്സ് എല്ലാം ആക്കി മാറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ഡെവലപ്പർ ആണെങ്കിൽ, ഞാൻ ആപ്പ് മേക്കർ അസോസിയേറ്റഡ് ആണ്, എന്റെ തീം എനിക്ക് പെയ്ഡ് വേർഷൻ ആക്കിയിട്ട് ആപ്പ് മേക്കറിന്റെ ഉള്ളിൽ ഇടാൻ പറ്റുമോ? നമ്മളത് ആ സ്കെയിൽ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഫ്യൂച്ചറിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം തന്നെ തുടങ്ങി കഴിഞ്ഞാൽ നാളെ, അതായത് നമുക്കിത് അനലൈസ് ചെയ്യണല്ലോ ട്രെൻഡ് എന്താന്ന്. അപ്പൊ ആപ്പ് മേക്കർ അത്യാവശ്യം IPO കമ്പനീസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്തായാലും കൂടുതൽ കസ്റ്റമേഴ്സ് വരും. ആ കസ്റ്റമേഴ്സിന് പുതിയ തീംസ് വേണ്ടി വരും. അപ്പൊ ആ തീംസ് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി. അതായത് അതിന്റെ മുകളിൽ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവും. ആൻഡ് ഇപ്പം ഞാൻ കാണുന്നത് റീസെന്റ് പേഴ്സണൽ ഇൻഡിവിജ്വൽ ഞാൻ വളരെ ക്യൂരിയസ് ആയിരിക്കുന്നത് AI പറ്റിയാണ്. കാരണം എന്താണ് ഫ്യൂച്ചർ എന്നുള്ളത് ഇച്ചിരി ഒരു ഡൗട്ട്ഫുൾ ആണ്. കാരണം പല ആസ്പെക്ട്സ് ഉണ്ട് അതില്. അതെ, ഡൗട്ട്ഫുൾ. ചിലപ്പം റിലേറ്റീവ്ലി എന്താ പറയുക, നമ്മളെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വന്ന ഓരോരോ ഇൻഫ്ലേഷൻ പോയിന്റ് പോലൊരു ഇൻഫ്ലേഷൻ പോയിന്റ് ആണിത്. പക്ഷെ ഇത് കമ്പയർ ടു പ്രീവിയസ് എന്ന് പറയുന്നത് ഹ്യൂജ് ഗ്യാപ്പാണ്. ഇത് കമ്പാരബിൾ അല്ല. കാരണം കോഡിംഗ് ഓൾറെഡി ഡിസ്റപ്റ്റ് ആയി. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ബിഫോർ. കോഡ് ഡിസ്റപ്റ്റ് ആയി. നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നത് കോഡിംഗ് മീൻസ് അസിസ്റ്റ് ചെയ്യാൻ? നമ്മൾ വളരെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ AI ടൂൾസ് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ്. ഫൗണ്ടേഴ്സ് നമ്മൾ എന്തായാലും ഉപയോഗിക്കാൻ വി എൻകറേജ് അവർ ടീം ഓൾസോ ടു യൂസ്. അതിന് സബ്സ്ക്രിപ്ഷൻ വേണമെങ്കിൽ അവർക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ വി വാണ്ട് ദം ടു യൂസ്. കാരണം അത് യൂസ് ചെയ്തില്ലെങ്കിൽ അബ്സല്യൂട്ട് ആയി പോകും. കാരണം അത്രയും പെട്ടെന്നാണ് ഇതിലെല്ലാം ചേഞ്ചുകളും സാധനങ്ങളെല്ലാം വരുന്നത്. കറക്റ്റ്. അത് കോഡിംഗ് ഓൾറെഡി ഡിസ്റപ്റ്റ് ആയി. പക്ഷെ ഞാൻ മനസ്സിലാക്കണത് ഇനി അടുത്തൊരു 6 മാസം കൊണ്ട് കണ്ടന്റും ഡിസ്റപ്റ്റ് ആവാൻ പോവാ ഫുള്ളി. ഇപ്പൊ ഗൂഗിളിന്റെ പോഡ്കാസ്റ്റ് അതായത് PDF ആയിട്ട് കൊടുത്തിട്ട് പോഡ്കാസ്റ്റിൽ നമ്മളിപ്പോ ചെയ്യുന്ന പോലെ ആൾക്കാർ സംസാരിക്കുകയാണ്. നാളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെലീന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, എന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ഇവർ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പോസിബിൾ. ഇത് എങ്ങോട്ട് പോകുന്ന അറിയില്ല. ഇത് ഇറ്റ്സ് എ വേറെ ജനറേഷൻ ഓഫ് സാധനങ്ങളായിട്ട്. കറക്റ്റ്. എനിക്കത് അന്ന് ഐഫോണും ആൻഡ്രോയിഡും ലോഞ്ച് ആയി 2009-2008 സമയത്താണല്ലോ. അപ്പം നോക്കിയ ബ്ലാക്ക്ബെറി ആയിരുന്നു ഭയങ്കര സംഭവമായി. നമ്മൾ വിചാരിക്കുന്നില്ല നോക്കിയ ഒക്കെ പൂട്ടിപ്പോകുന്നില്ല, നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ലെഡ് ടു. ഇനിയുള്ളത് ഇതെങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളത് സ്റ്റിൽ അൺഷുവർ. ഇത് അൺഷുവർ. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇത് എല്ലാം 10x ബെറ്റർ 100x ബെറ്റർ ആയിരിക്കും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന പണി ഇച്ചിരി കൂടി ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് എന്റെ പെർസ്പെക്റ്റീവ്. അതായത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളും തന്തവൈബ് ആവും. നമ്മള് ബാക്കിയുള്ളവരെ തന്തവൈബ് പറഞ്ഞിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ് സാധനം. കറക്റ്റ്.